ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റേ. 1000 പിറന്നാൾ ആശംസകൾ എൻ്റെ കുഞ്ഞാറ്റ മോൾക്ക്. താങ്ക് യു സോ മച്ച് അമ്മ. 1000 പിറന്നാൾ ആശംസകൾ എൻ്റെ പുന്നാര കുഞ്ഞാറ്റ മോൾക്ക്. മോൾക്ക് എന്താ വേണ്ടത്? പപ്പ ഇന്ന് മോളുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് സാധിച്ചു തരുമല്ലോ. എന്നാ എനിക്ക് ഒരു 10 ബനാന മിൽക്ക് വേണം. ഓക്കെ മോളെ, പപ്പ വാങ്ങി തരാടാ നിനക്ക്. ഹാപ്പി ബർത്ത്ഡേ എൻ്റെ കുറുമ്പി. താങ്ക് യു സോ മച്ച് ദേവിച്ചായ. റോയ് ചായന്റെ കുഞ്ഞാറ്റ മോക്ക് ചായ വാങ്ങിക്കൊണ്ടത് ഗിഫ്റ്റ് ഇഷ്ടായോ? ഇഷ്ടായല്ലോ, ഒരുപാട് ഇഷ്ടായി. കുഞ്ഞാറ്റ ബാബ എന്ത് പറഞ്ഞാലും ഇന്ന് യോങ്കി ചായ വാങ്ങിത്തരും. എന്ത് വേണേലും കുഞ്ഞാറ്റയ്ക്ക് പറയാം. ഇന്ന് എവിടെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞാലും കുഞ്ഞാറ്റനെ ചായ കൊണ്ടുപോവാലോ. ഓ ശരിക്കും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കറങ്ങാൻ പോകണം. വായിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങി പോകാം. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബേബി. ഓ താങ്ക് യു ജിമ്മിച്ചായ. കുഞ്ഞാറ്റെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ തയ്ച്ചായ? നീ ഇപ്പൊ കണ്ടില്ലേ ഈ സ്നേഹപ്രകടനം ഒക്കെ? ആ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. നീ പെട്ടെന്ന് ചാടിക്കൂട്ടി എഴുന്നേറ്റേ. അപ്പൊ ഞാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നോ? ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ. ഇന്നെല്ലാവരും എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചാണ് എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കരുതി വെച്ചേക്കണം എന്തോ. എന്തായാലും താഴെ പോയി പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴോട്ട് ഇറങ്ങി പോകാം. ഇവിടെ എന്താ ഒരു ബഹളമില്ല, അനക്കമില്ല, ഒന്നുമില്ല. പപ്പ കണ്ട് അവിടെ ഇരിക്കുന്നു, അമ്മച്ചിയാണെങ്കിൽ അടുക്കള ഇരിക്കുന്നു, ചായമാരാണെങ്കിൽ അവിടെ ഇരിക്കുന്നു. ഇതെന്താ ഇത്? ആർക്കും എൻ്റെ ബർത്ത്ഡേ ഓർമ്മയില്ലേ? ചിലപ്പോൾ എനിക്ക് വല്ല സർപ്രൈസ് ഒരുക്കി വെച്ച് കാണും, അതായിരിക്കും ബഹളമൊന്നും ഇല്ലാത്തത്. എന്നാലും പപ്പയുടെ അടുത്ത് പോയി നോക്കാം, ചിലപ്പോൾ പപ്പ വിഷ് ചെയ്താലോ. ഗുഡ് മോർണിംഗ് പപ്പ. മോർണിംഗ് കുഞ്ഞാറ്റെ. ഇന്ന് നേരത്തെയാണല്ലോ എഴുന്നേറ്റത്. പപ്പേ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമോ? പിന്നെ അറിയാലോ. ഇന്നെന്താ പ്രത്യേകത പറഞ്ഞേ? ഇന്ന് നമ്മുടെ അലക്സിന്റെ മോളുടെ കല്യാണം അല്ലായിരുന്നു. അതിന് പോകാൻ വേണ്ടി നിക്കായിരുന്നു. അതല്ല, വേറെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഒന്നുമില്ല. ഇന്ന് അലക്സിന്റെ മോളുടെ കല്യാണത്തിനാണ്. ഞാനാണെങ്കിൽ ഒരുങ്ങി, ജീനിയും കൂടി ഒരുങ്ങിയാൽ മാത്രം മതി. പപ്പ എന്നെ കളിപ്പിക്കുക, എനിക്കറിയാം. ഞാൻ പോയി മമ്മിയോട് ചോദിക്കട്ടെ. മമ്മിക്ക് ഓർമ്മയുണ്ടാതിരിക്കില്ലല്ലോ. മമ്മി. നീ എഴുന്നേറ്റോ? പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നേ. നമുക്ക് അലക്സിന്റെ മോളുടെ കല്യാണത്തിന് പോകാനൊക്കെ ഉള്ളതാ. മമ്മി, പക്ഷേ മമ്മി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് അലക്സിന്റെ മോളുടെ കല്യാണം, അല്ലാതെ ഇന്ന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മയുള്ള അലക്സിന്റെ മോളുടെ കല്യാണം. എന്നാൽ നീ പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്നാട്ടെ. ഓ ഞാൻ പോണം. ഇവരിനി ശരിക്കും എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി. എന്തായാലും നീ ചായമാരടുത്ത് പോയി ഇങ്ങോട്ട് നോക്കാം. അവർക്ക് ഓർമ്മയില്ലെങ്കിൽ അപ്പോൾ ഉറപ്പിക്കാം. അവർ മനഃപൂർവ്വം പറ്റിക്കുന്നതല്ല, അവർക്ക് ഓർമ്മയില്ല. ദേവി ചായ, റോയ് ചായ, യോങ്കി ചായ. എന്താടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? പിന്നെ അറിയാം. ഞങ്ങളുടെ പുന്നാര ബാക്കി പോരട്ടെ. ഞങ്ങളുടെ പുന്നാര പെങ്ങളുടെ കല്യാണം അല്ലേ ഇന്ന്. പെങ്ങൾ ഞാനല്ലേ? എടി നീ അല്ല, അലക്സ് അങ്കിളുടെ മോളില്ലേ ജിയ, അവളുടെ കാര്യ പറഞ്ഞത്. ഓ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? അതിനെന്താ എന്താ പ്രത്യേകത? ഇന്നൊരു പ്രത്യേകത ഇല്ല. എനിക്ക് ഓർമ്മ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത് ഇന്ന് അലക്സ് അങ്കിളിന്റെ മോളുടെ കല്യാണമാണെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയാം. ഓ ഞാൻ പോണം ഇവിടുന്ന്. നിങ്ങൾക്ക് ആർക്കും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഓർമ്മയില്ല. ഞാൻ പോണം. ഇവർക്ക് ആർക്കും ഓർമ്മയില്ലെങ്കിൽ എന്താ, എൻ്റെ ജിമ്മിച്ചാൻ ഓർമ്മയാണ്. ഞാൻ ഇച്ചാനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഹലോ പറ ബേബി. ഇച്ചായൻ എവിടെയാ? ഞാനാണെങ്കിൽ അലക്സ് അങ്കിളിന്റെ വീട്ടിലാടാ. ഓ ഇച്ചായ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? പിന്നെ അറിയാതെ, ഇന്ന് ഞങ്ങളുടെ കസിനായ ജിയയുടെ വെഡിങ് അല്ലേ, അതിനല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇച്ചായനോ അപ്പൊ ഓർമ്മയില്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ആ പ്രത്യേകതയില്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, ജിയയുടെ കല്യാണമാണെന്ന്. ഇച്ചായൻ വെച്ചിട്ട് പോയേ. ആർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയില്ല. ഇന്ന് എന്താ എല്ലാവരും എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി. സാധാരണ എല്ലാ വർഷവും രാത്രി 12 മണിയാകുമ്പോൾ എന്നെ വിഷ് ചെയ്യുന്നതാ, അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസും എല്ലാം കാണും. ഇത്തവണ ആരും വിഷും ചെയ്തില്ല, സർപ്രൈസും ചെയ്തില്ല. എന്ത് പറ്റി? ഇനി എല്ലാവരും മറന്നു എൻ്റെ ബർത്ത്ഡേ ഇന്ന്. ആർക്കും ഓർമ്മയില്ലതാ. രാത്രി വരെ കല്യാണത്തിന് പോയിട്ട് അവിടെ ഉള്ള ആരും എന്നെ വിഷും ചെയ്തില്ല. ഇവിടെ ഉള്ള ആർക്കും ഓർമ്മയില്ല. ഇപ്പം എന്താ ചെയ്യാ? ഇതെന്താ ഇവിടെ ലൈറ്റ് പോയത്?
ബഹളം വെക്കല്ലേ, ഞാൻ ടിവിയാ. ഇച്ചാനാണോ ഇന്നതിനെ കയറി പിടിച്ചേ? ഓ, ഞാൻ ഒന്ന് കയറി പിടിച്ചതല്ല. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. എങ്ങോട്ട് പോകുക? പറയാ, നീ വാ. ആ ഓക്കെ. സർപ്രൈസ്! Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday, our sweet Nani. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടായിരുന്നല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചതെന്ന് ബർത്ത്ഡേ ഓർമ്മയില്ല എന്ന് പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ? ആദ്യം തന്നെ എന്തായാലും എന്റെ മോള് സർപ്രൈസ് ആയില്ലേ? ആ ആയി, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ബർത്ത്ഡേ ഓർമ്മയില്ലെന്ന് വിചാരിച്ചു ഞാൻ. അച്ചോടാ, പാപ്പയുടെ മുത്ത് സങ്കടമായി ഇങ്ങ് പാ. പിന്നെ മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അല്ലാതെ ഒരെണ്ണം കൂടി. ഇനി ഒരെണ്ണോ? അതെ, മോളിങ്ങോട്ട് വന്നേ. വാവ്. ഇതാരാ മമ്മി ഇങ്ങനെ ചെയ്യുന്നേ? അത് കാണണമെങ്കിൽ നീ താഴോട്ട് ഇറങ്ങി ചെല്ല്. ആ ഓക്കെ. ഓയ് ബേബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് ഇങ്ങനെ ഷോക്ക് അടിച്ചു വെക്കുന്ന പോലെ നോക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ താങ്ക് യു. സോറി കേട്ടോ, നിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ നിന്റെ ചേട്ടൻ തന്നെ പ്ലാൻ ചെയ്തത്. അപ്പോ ഞാനും വിചാരിച്ചു പ്ലാൻ ചെയ്തതിലൊക്കെ നടത്താന്ന്. പക്ഷെ ഇതെന്റെ പ്ലാനാ കേട്ടോ, നിന്റെ ചാരിട്ട് ഒരു രൂപ എന്തോ അല്ലാത്ത പ്ലാനാ. അപ്പൊ എങ്ങനെയാ? നല്ല രസമുണ്ട്. അപ്പോ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യട്ടെ? എന്താ? വിൽ യു മാരി മീ? യെസ്. ഇന്നൊരു നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയതാണ്. ഓ ഇതൊരു സന്തോഷം. ഹലോ, ഇവിടെ സന്തോഷിക്കാതെ പോയി കിടന്ന് ഉറങ്ങടി അങ്ങോട്ട്. ഓ ഞാൻ പോകുവാ അല്ലേല്. ആ പോയി കിടക്ക് പോ. ആ പോണ്. അപ്പോൾ ബട്ടർഫ്ലൈസ് ബൈ ബൈ.